ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് കുറച്ച് മീൻ മേടിക്കാമെന്ന് പറഞ്ഞാണ് കേട്ടോ ഇറങ്ങിയത്. സൺഡേ ആണ്. അങ്ങനെ വിഴിഞ്ഞത്തെത്തിയപ്പോഴാണ് അറിഞ്ഞത് സൺഡേസ് ആരും ബോട്ട് ഇറക്കില്ല എന്നുള്ളത്. അവസാനം അവിടെ നിന്ന് തിരിച്ച് പാളയം ചന്തയിലേക്ക് തന്നെ വരാമെന്നുള്ള പ്ലാൻ ഇട്ടു. സമയം ഒത്തിരി താമസിച്ചിരുന്നു. എന്നാലും നമ്മൾ ശുഭാപ്തി വിശ്വാസത്തോടെ പാളയത്ത് നിന്ന് മീൻ കിട്ടുമെന്ന് വിചാരിച്ച് നമ്മൾ പാളയത്തേക്ക് വന്നു. വരുന്ന വഴിക്ക് എല്ലാ നേരം മൺകുടങ്ങളായിരുന്നു കേട്ടോ. ആറ്റുകാൽ പൊങ്കാലയല്ലേ വരുന്നത്, അതുകൊണ്ട് ഇപ്പോൾ റോഡ് മൊത്തം മൺകുടങ്ങൾ വെച്ച് സെറ്റ് ചെയ്തേക്കാണ്. അങ്ങനെ അവസാനം നമ്മൾ പാളയത്തെത്തി വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത ശേഷം ഇങ്ങനെ ആ ഗ്യാപ്പിൽ കൂടെ നടക്കുവാണ് കേട്ടോ. ഈ കടയുടെയൊക്കെ മുന്നിൽ കൂടെ നടക്കാൻ തന്നെ ഒരു രസമാണ്. അവരതൊക്കെ അടുക്കി വെച്ചേക്കുന്ന കാണാനും നമ്മൾ വേടിച്ചില്ലേലും അതൊക്കെ കണ്ട് മുന്നോട്ട് പോകാൻ നല്ല രസമാണ് കേട്ടോ. ഈ സ്റ്റോളിൽ നിന്നാണ് ഞാൻ കോമൺ ആയിട്ട് മലക്കറി മേടിക്കുന്നത് കേട്ടോ. ഈ അങ്കിളിൻ്റെ ഇല്ലാത്ത ഐറ്റംസ് ഒന്നുമില്ല. എല്ലാ നാടൻ ഐറ്റം ആയാലും ഏത് ഐറ്റം ആയാലും അങ്കിളിൻ്റെ കാണും കേട്ടോ. മിക്ക സ്റ്റാളുകളും ക്ലോസ്ഡ് ആയിരുന്നു കേട്ടോ. ചിലപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ടാവാം, അല്ലെങ്കിൽ ഞാൻ വന്നതേ ലേറ്റ് ആയിട്ടാണ് കേട്ടോ. കുറച്ച് പേരൊക്കെ കച്ചവടം കഴിഞ്ഞ ശേഷം അവിടെ തന്നെ കിടന്നുറങ്ങുന്നുണ്ട് കേട്ടോ. ഫിഷ് മാർക്കറ്റിലെത്തിയപ്പോൾ ഫിഷ് മാർക്കറ്റിൽ ഒരു മനുഷ്യരും ഇല്ല. 3 കച്ചവടക്കാർ. ഭാഗ്യത്തിന് ഒരു ആൻറ്റിയുടെ ചൂര ഉണ്ടായിരുന്നു. നമ്മൾ തിരഞ്ഞു വന്ന ഐറ്റവും ചൂരയാണ്. ചൂരയിൽ ഒരുപാട് വെറൈറ്റി ഉണ്ട് കേട്ടോ. അതിൽ കേരച്ചൂര എന്ന് പറയുന്ന ഒരു വിഭാഗം നമ്മൾ കൂട്ടാറില്ല കേട്ടോ. അതുകൊണ്ട് ചെന്ന ഉടനെ തിരക്കി എന്ത് ചൂരയാണെന്ന്. അപ്പോൾ ആൻറ്റി പറഞ്ഞു നെയ്മീൻ ചൂരയാണെന്ന്. പിന്നെ വില ചോദിച്ചപ്പോൾ ആൻറ്റി പറഞ്ഞത് 600-നാണ് ആൻറ്റി ഇതിലുള്ളതെല്ലാം വിറ്റത്. നമ്മളൊന്ന് കുറച്ച് തരാമോ എന്ന് ചോദിച്ചപ്പം 500-ന് ആൾ സമ്മതിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ആൻറ്റിയുടെ അവസാനത്തെ ചൂരയാണ്. ഇതുകൂടെ കച്ചവടമായ ആൻറ്റിക്ക് എല്ലാ പണിയും തീർത്തിട്ട് വീട്ടിലേക്ക് പോവാം. മാത്രമല്ല, കച്ചവടം ആയില്ലെങ്കിലും ആൻറ്റി അതിനെ വീട്ടിൽ കൊണ്ടുപോയി അച്ചാറിടാനുള്ള പ്ലാനിലായിരുന്നു. അപ്പോഴാണ് നമ്മൾ വന്നെത്തിപ്പെട്ടത്. അങ്ങനെ അതിൻ്റെ സൈഡിൽ മുള്ളൊക്കെ കട്ട് ചെയ്ത് മാറ്റിയ ശേഷം ആൻറ്റി പതിയെ അതിൻ്റെ തൊലി വിരിച്ചു തുടങ്ങി കേട്ടോ. തൊലി വിരിക്കാതെയും കറി വയ്ക്കുന്നവർ ഒരുപാടുണ്ട് കേട്ടോ. പക്ഷെ നമ്മളൊക്കെ തൊലി വിരിച്ചാണ് കറി വയ്ക്കുന്നത്. എന്നാലേ കറിയിലോട്ട് മസാല നല്ലോണം പിടിക്കുള്ളൂ. തൊലി വിരിക്കാനായി ആൻറ്റി ഗ്രിപ്പിന് കൂടെ ഇച്ചിരി മണൽ കൈ പുരട്ടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നൈസിന് തൊലി ഇരിക്കുന്നുണ്ട്. ഇത്രയും എക്സ്പേർട്ടായി മീൻ കട്ട് ചെയ്യാൻ ഇവരെ കൊണ്ട് മാത്രമേ കഴിയത്തുള്ളൂ കേട്ടോ. നമ്മളൊക്കെ ഇത് തൊലി ഉരിക്കാൻ വേണ്ടി നിന്നാൽ 1/2 മണിക്കൂർ എടുക്കും. പോരാത്തതിന് ആ തൊലിയിൽ ഉള്ള ചതയെല്ലാം ഒട്ടി പോരുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ ഫിഷ് മേടിക്കുമ്പോൾ എല്ലാം കട്ട് ചെയ്താണ് കേട്ടോ മേടിക്കുന്നത്. അല്ലാത്ത പക്ഷം ഞാൻ കട്ട് ചെയ്താൽ ശരിയാവത്തുമില്ല. മാത്രമല്ല, ഇങ്ങനെ തൊലി ഉരിക്കേണ്ട മീനുകൾ എനിക്ക് കിട്ടുവാണെങ്കിൽ ഞാൻ കട്ട് ചെയ്ത ശേഷം കട്ടിംഗ് ബോർഡിൽ വെച്ച് തൊലിയുടെ ഭാഗം കട്ട് ചെയ്ത് കളയാറാണ് പതിവ്. അങ്ങനെ കട്ടിംഗ് ഒക്കെ തകൃതിയായി നടക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ആൻറ്റിയായിട്ട് നൈസിന് കമ്പനി ആയിട്ടോ. അങ്ങനെ ആൻറ്റിയുടെ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് വിഴിഞ്ഞത്ത് ഞായറാഴ്ച ആരും വള്ളം എടുക്കാറില്ലെന്നും അതേസമയം കോവളത്ത് പോയിരുന്നെങ്കിൽ നമുക്ക് മീൻ കിട്ടുമായിരുന്നെന്നും. പക്ഷെ എല്ലാം മിസ്സായി. ഇനി അത് പറഞ്ഞിട്ട് യാതൊരു കഥയും ഇല്ല. സാധാരണ ഈ മാർക്കറ്റ് ഇങ്ങനെ അല്ല കേട്ടോ. നിങ്ങൾ വേറെയുള്ള വീഡിയോസിലൊക്കെ കണ്ടു കാണും. ഇവിടെ നിറയെ ആൾക്കാരുമാണ്. അതുപോലെ തന്നെ ഒരുപാട് കച്ചവടക്കാരും ഉണ്ട് കേട്ടോ. ഈ ഹോള് മൊത്തം കച്ചവടക്കാരാണ്. ഇവിടെ മൊത്തം മീനിന്റെ ഏരിയയാണ് കേട്ടോ. അവരൊക്കെ ഇങ്ങനെ ഒച്ചയും ബഹളം ഉണ്ടാക്കി അവരുടെ കയ്യിലുള്ള മീനിന്റെ വെറൈറ്റീസും എമൗണ്ടും വിളിച്ചു പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും. പക്ഷെ ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ പാളയം ചന്ത ഈ അവസ്ഥയിൽ കാണുന്നത്. ആൻറ്റി മീൻ കട്ട് ചെയ്യുന്നത് നോക്കി നമ്മൾ മാത്രമല്ല കേട്ടോ, ഇയാളൂടെ ഉണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ആൻറ്റി അയാൾക്ക് എന്തെങ്കിലുമൊക്കെ ഇട്ടും കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആൻറ്റി മീനിന്റെ തലയറുത്തു കേട്ടോ. എന്നിട്ട് അതിൻ്റെ സ്കിന്നിലൊക്കെ ഇരിക്കുന്ന ചതയെല്ലാം കട്ട് ചെയ്ത് വെച്ച് തരുവാണ്. ഒരു പ്രശ്നമുണ്ട്, ആൻറ്റിയുടെ കത്തിക്ക് അത്ര മൂർച്ച പോരാ. ആൻറ്റി അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഇരിക്കുന്നവരിൽ തിരക്കായിരുന്നു. പക്ഷെ ആരുടെയൊന്നും കിട്ടിയില്ല കേട്ടോ. അങ്ങനെ ഉള്ള കത്തി കൊണ്ടാണ് ആൻറ്റി അംഗങ്ങളൊക്കെ കാണിക്കുന്നത്. ആൻറ്റി മീൻ കട്ട് ചെയ്യുന്നത് ശ്രദ്ധിച്ചായിരുന്നോ? പ്രത്യേകിച്ച് ഷേപ്പും സൈസൊന്നും ഇല്ലാതെയാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. ഞാൻ വിചാരിച്ചു മൊത്തം ഇന്ന് കറിയിൽ കലങ്ങി പോകുന്നു. കാരണം ആൻറ്റി പ്രത്യേക സൈസിലൊന്നും അല്ല കട്ട് ചെയ്യുന്നത്. ആൻറ്റിക്ക് ഇഷ്ടമുള്ള പോലെ വെട്ടുവാണ് കേട്ടോ. പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. നല്ല കറിയുമായിരുന്നു, അതുപോലെ തന്നെ ഫ്രൈക്ക് പറ്റിയ പീസും ആയിരുന്നു കേട്ടോ. എനിക്കിങ്ങനെ വലിയ മീനുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം അതിൻ്റെ വാലും തലയുമാണ് കേട്ടോ. ഇതൊക്കെ ഇട്ട് മുള്ളു കറി വെക്കണം. അതായത് പുളിയും കറി, നമ്മുടെ പിണർ പുളിയൊക്കെ ഇട്ടിട്ടുള്ള കറി. അത് ഇച്ചിരി കിഴങ്ങിൻ്റെ കൂടെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പം നമ്മൾ ഇന്നത്തേക്കും കിഴങ്ങാണ് മേടിച്ചേക്കുന്നത്. നമ്മൾ വരുന്ന വഴിക്ക് കൊമരിച്ചന്തയിൽ ഇറങ്ങിയായിരുന്നു മീനിന് വേണ്ടിയിട്ട്. പക്ഷെ അവിടെ നമുക്ക് മീൻ കിട്ടിയില്ല. പക്ഷെ നല്ല കപ്പ കിട്ടി കേട്ടോ. നല്ല പിങ്ക് സ്കിന്നുള്ള കപ്പ. അത് നല്ല കപ്പയായിരിക്കും കേട്ടോ. ഇനി നിങ്ങൾ വാങ്ങുമ്പോൾ അത് ശ്രദ്ധിച്ച് മേടിക്കണം. നല്ല പിങ്ക് സ്കിന്നുള്ള കപ്പയാണെങ്കിൽ കപ്പ നല്ല കപ്പയാണ്, പെട്ടെന്ന് വേവുകയും ചെയ്യും. അങ്ങനെ കുറച്ച് കപ്പയൊക്കെ സെറ്റ് ചെയ്ത് ഇനി മീനൂടെ കിട്ടിയാൽ നമുക്ക് കറി വെച്ച് കഴിച്ചാൽ മാത്രം മതി. നോമ്പ് തുടങ്ങിയിട്ട് ഇതുവരെ നമ്മൾ ഫിഷ് മേടിച്ചില്ല. ഫിഷ് മേടിച്ചാലും അങ്ങനെ ചിലവാവാറുമില്ല. ഉച്ചയ്ക്ക് നമ്മൾ തിന്ന ആ ഒരു രുചി നമുക്ക് രാത്രി തിന്നാൽ കിട്ടില്ലല്ലോ.
അതുപോലെ തന്നെ അക്കു ഫിഷ് കഴിക്കുന്ന ആളുമല്ല. അക്കു കഴിക്കുന്ന ഫിഷ് നെത്തോലിയും ചൂരയും മാത്രമാണ്. പക്ഷെ ഇന്ന് ഫിഷ് വാങ്ങിയതിന് ഒരു കാരണമുണ്ട്. മിലുവിൻ്റെ ഗ്രാൻഡ്മമാരെല്ലാം വന്നു കേട്ടോ. കാരണം മിലുവിന് തിങ്കളാഴ്ച മുതൽ പ്ലേ ഹൗസിൽ വിടുവാണ്. അതുകൊണ്ട് ഒരു ദിവസം അവർ മിലുവിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്ത് മിലുവിനെ സ്കൂളിലാക്കി പോവാന്നുള്ള രീതിയിൽ അവരെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരെയും കൊണ്ടാണ് ഇന്നത്തെ കറക്കം. പക്ഷെ ഫിഷ് മേടിക്കാൻ വേണ്ടി മാർക്കറ്റിലേക്ക് ഒരാളെ വന്നിട്ടുള്ളൂ. കാരണം ബാക്കിയുള്ള രണ്ടുപേരും വീട്ടിലിരുന്ന അതേ ഡ്രസ്സിലാണ് കേട്ടോ വണ്ടിയിലേക്ക് കയറിയത്. ഇവരൊക്കെ ഫിഷ് കട്ട് ചെയ്യുന്ന കാണാൻ തന്നെ ഒരു രസമാണല്ലേ. നമുക്ക് ഇങ്ങനെയൊന്നും ഇത്ര വേഗതയിലൊന്നും കട്ട് ചെയ്യാൻ പറ്റില്ല. ഈ ഫിഷ് കട്ട് ചെയ്യുന്ന കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുഞ്ഞിലേ മുതൽക്കേ ഞാൻ എൻ്റെ ഉമ്മി ഫിഷ് കട്ട് ചെയ്യുമ്പോൾ കൂടെ പോയിരുന്ന് കാണാറുണ്ട് കേട്ടോ. അതുപോലെ ഇപ്പം നമുക്ക് വീഡിയോസൊക്കെ അവൈലബിൾ ആണല്ലോ. യൂട്യൂബിൽ ഫിഷ് കട്ട് ചെയ്യുന്നത് മാത്രം വീഡിയോ എടുത്തിടുന്ന എത്രയോ ആൾക്കാരുണ്ട്. അങ്ങനത്തെ വീഡിയോസൊക്കെ ഞാൻ കാണും കേട്ടോ. അപ്പം അതുപോലെ നിങ്ങളെ എൻജോയ് ചെയ്യുമെന്ന് വിചാരിച്ചാണ് കേട്ടോ ഞാൻ ഈ ഫുൾ വീഡിയോ ഇവിടെ ഇടുന്നത്. അങ്ങനെ അവസാനം ആൻറ്റി തലയെടുത്ത് തല വെട്ടി തുടങ്ങി. തലയിലൊരു സീക്രട്ട് ഉണ്ട് കേട്ടോ. തലയിലൊരു പൂവുണ്ട്. തലയിലെ പൂവ് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ മീൻ പുതിയതാണോ പഴയതാണോ എന്ന്. എനിക്കൊരു മീമിക്കുന്ന ആൻറ്റിയാണ് കേട്ടോ ആ സീക്രട്ട് പറഞ്ഞു തന്നത്. പൂവിനകത്ത് നല്ല ചോരയും അതുപോലെ തന്നെ ചോരയ്ക്ക് നല്ല കളറും ഉണ്ടെങ്കിൽ ആ ഫിഷ് പുതിയതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ചോരയുടെ നിറം മങ്ങി തുടങ്ങിയാലോ അതനുസരിച്ച് പിന്നെ ചോര ഇല്ലാണ്ടായാലും ഒക്കെ മീൻ പഴകുന്നതിൻ്റെ സിമ്പിളാണ് കേട്ടോ. അങ്ങനെ അതുമാത്രമല്ല ഈ ഈച്ച മുച്ചുന്ന മീനും നല്ലതാണ്. അമോണിയവും ഒരു കെമിക്കൽസും ഒന്നും ചേർക്കാത്ത മീനും വെജിറ്റബിൾസും ഒക്കെയാണ് ഈച്ച മുച്ചുന്നതെന്നും പൊതുവെ പറയാറുണ്ട്. അപ്പോൾ ഇതെല്ലാം നല്ല സിമ്പിളാണ് കേട്ടോ. പ്രാവശ്യം എനിക്ക് കിട്ടിയ മീനും നല്ല മീനായിരുന്നു. ബ്ലഡൊക്കെ ആവശ്യം പോലെ ഉണ്ടായിരുന്നു. ആൻറ്റി ക്ലീൻ ചെയ്തിട്ടിരുന്ന ടേബിളായിരുന്നു. അത് നിറയെ ഇപ്പം ബ്ലഡായി. അപ്പം ഇത്രയും ബ്ലഡൊക്കെ കണ്ടപ്പം എനിക്കും സന്തോഷമായി. എന്തായാലും കുഴപ്പമില്ല. കാരണം 3:30 ആയതുകൊണ്ട് ഇവരെപ്പോഴാണ് ഈ മീൻ ഇവിടെ കൊണ്ടുവന്നതെന്ന് നമുക്കറിയത്തില്ലല്ലോ. മീൻ പിടിച്ച് കൊണ്ടുവന്ന് വിറ്റൊക്കെ വരപ്പം ഒന്നാതെ നമ്മൾ മേടിച്ചത് 3:30-ക്കാണ്. എത്രത്തോളം മീൻ ഡാമേജ് ആയിട്ടുണ്ടെന്ന് ഒരു ഐഡിയ ഇല്ല. അങ്ങനെ ആൻറ്റിയുടെ ചോദിച്ചപ്പോൾ ആൻറ്റി പറഞ്ഞു നല്ല മീനാണ്, കമ്പ് വലയിട്ട് പിടിച്ചതാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് പെട്ടെന്നൊന്നും ഡാമേജ് ആവൂല എന്ന് പറഞ്ഞു. അവസാനം കട്ടിങ്ങിന് ശേഷം ആൻറ്റി എല്ലാം കൂടെ വാരിക്കൂട്ടി ഒരു പേപ്പറിലിട്ട് തന്നു. അതിന് പതിയെ നമ്മൾ വീട്ടിൽ നിന്ന് നമ്മളൊരു ബോക്സ് കൊണ്ടുപോയിട്ടുണ്ട്. കാരണം കാറിൽ ഹസ്ബൻഡ് മീൻ കയറ്റാൻ സമ്മതിക്കൂല. മീൻ്റെ നാറ്റായ ആളിന് പിന്നെ വല്ലാത്ത പ്രശ്നമാണ്. അതുകൊണ്ട് ഞാൻ ഈ ബോക്സ് കീപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. മാത്രമല്ല ഇത്രയും വലിയ ബോക്സ് എടുത്താലും നിങ്ങൾ എന്നെ കളിയാക്കണ്ട. ഞാൻ വിഴിഞ്ഞത്ത് പോയി മീൻ മേടിക്കാൻ പോയ ആളാണ് അവസാനം പാളയത്തെന്ന് വാങ്ങിച്ചത് കേട്ടോ. അതുകൊണ്ടാണ് അത്രയും വലിയ ബോക്സ് എടുത്തത്. ഇനി കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ വാങ്ങണം. വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി അങ്ങനെ കുറച്ച് സാധനവും കൂടെ വാങ്ങിക്കണം. അതിന് വേണ്ടിയിട്ട് അടുത്തൊരു ഷോപ്പിൽ വന്ന് അടുത്തടുത്ത് ഷോപ്പ് ഇരിക്കുന്നതിനെ കൊണ്ട് നമുക്ക് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടണ്ട കേട്ടോ. എല്ലാം തൊട്ടടുത്ത് തന്നെ ഇരിപ്പുണ്ട്. ഓരോ ഷോപ്പും അവർ അടുക്കി വെച്ചേക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ് കേട്ടോ. പാളയം മാർക്കറ്റിന് വേറൊരു സീക്രട്ട് ഉണ്ട് കേട്ടോ. ഇവിടെ വന്നാൽ നമ്മൾ വാങ്ങിക്കാൻ ഉദ്ദേശിച്ചതും വാങ്ങിക്കാൻ ഉദ്ദേശിക്കാത്തതുമായ എല്ലാം നമ്മൾ വാങ്ങിപ്പോവും. കാരണം ഇതൊക്കെ കണ്ട് പോകുമ്പോൾ അറിയാതെ നമ്മൾ വാങ്ങിച്ചു പോകും. അവസാനം വാങ്ങിച്ചിട്ടാണ് ചിന്തിക്കുന്നത് ഇത് വാങ്ങിക്കണ്ടായിരുന്നു എന്ന്. അങ്ങനെ കുറേ അബദ്ധം എനിക്ക് പറ്റിയിട്ടുണ്ട് കേട്ടോ. മിക്ക ഷോപ്പും ക്ലോസ് ചെയ്തിട്ടേക്കാണ് കേട്ടോ. ഇതെല്ലാം ഓപ്പൺ ആയിരുന്നെങ്കിൽ കാണാനൊരു പ്രത്യേക ചന്തമായിരുന്നു. ഇതെല്ലാം വർക്കിംഗ് ആവുന്ന ഒരു ദിവസം ഞാൻ വരുന്നുണ്ട് കേട്ടോ. ഞാൻ മിക്കപ്പോഴും ഇവിടെ നിന്നാണ് ഫിഷ് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇതുവരെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ഇനി നെക്സ്റ്റ് ടൈം എന്തായാലും എടുക്കും. ഇത് പോകുന്ന വഴിയിലൊക്കെ ഉള്ള ഷോപ്പുകളാണ് കേട്ടോ. ജസ്റ്റ് കൗതുകം തോന്നിയതിൻ്റെ പേരിൽ ഞാൻ എടുത്ത വീഡിയോസാണ്. ഇനി കുറച്ച് ഫ്രൂട്ട്സ് കൂടെ മേടിക്കണം. അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറക്കുള്ള എല്ലാ കാര്യവും സെറ്റായി. ഇനി പോകാം, മീൻകറി വെക്കുക, കിഴങ്ങ് വെക്കുക, തിന്നുക എന്നുള്ളൊരിത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.